പഠിക്കണമെന്നുള്ള ചിന്ത ഒറ്റ എണ്ണത്തിനില്ല. ഞായറാഴ്ചയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. നാണം കെട്ട ചവറ്റകൾ. അയ്യോ, എന്നെ വീട്ടിലറിഞ്ഞോ കൊല്ലോ. വേണ്ട വേണ്ട. എനിക്ക് ശ്രീദേവി ഒന്ന് കാണണം. ശ്രീദേവി സെക്കൻഡ് ഇയർലിയോ ഫൈനൽ ഇയർലിയോ? അത് ശ്രീദേവി ചാറ്റർജിയോ ശ്രീദേവി മേനോനോ? മലയാളിയാണ്. അപ്പൊ പിന്നെ ചാറ്റർജി ആവൂല. വരൂ. ഇവിടെ ഇരിക്കൂ. എന്താ എന്താ? അനന്തനല്ലേ? അതെ, ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? അതെ, സിമ്പിൾ. ഒന്ന്, ഇന്ന് എനിക്ക് വേറെ വിസിറ്റർ വരാനില്ല. പിന്നെ അനന്തൻ വരുന്നത് ഞാൻ ടെറസിന്റെ മോളിൽ നിന്ന് കണ്ടായിരുന്നു. തലയൽപ്പം ചരിച്ച് എവിടേക്കോ ഇങ്ങനെ മുഖമുയർത്തി നോക്കി ഗൗരവത്തിനുള്ള അതേ പഴയ നടത്തം തന്നെ. പക്ഷെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശ്രീദേവി എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ആഹാ, എങ്ങനെ മനസ്സിലാവാനാണ്? ഇങ്ങനെ ഒരാളിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിലല്ലേ. വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. അല്ല, ഞാൻ വെറുതെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി, അത്രമാത്രം. ശ്രീദേവിക്ക് തിരക്കുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്ത് തിരക്ക്? വൈകിട്ട് 7 മണി വരെ ആരും ചോദിക്കാനില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ. നമുക്ക് ആ ലോണിൽ നിന്ന് സംസാരിക്കാം. അല്ല, ഇരിക്കണമെന്നില്ല, നമുക്കിവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്തിനാണ്? അവിടെ പോയി സൗകര്യമായിട്ട് ഇരുന്ന് കുറച്ച് ലാത്തി ഫിറ്റ് ചെയ്യാം. വരൂന്നേ. ഇരിക്കൂ. ഹായ് ശ്രീദേവി. ഹലോ. നല്ല ആളാണ് അനന്തൻ. എന്ത്? അന്ന് എന്റെ കയ്യിൽ നിന്ന് 5 രൂപയും വാങ്ങിച്ചുകൊണ്ട് സ്ഥലം വിട്ടതല്ലേ. സത്യത്തിൽ എന്തോ അത്യാവശ്യത്തിനാണെന്ന് കരുതിയ ഞാനെന്നാ രൂപ തന്നത്. പിറ്റേന്ന് അനന്തനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോഴില്ലേ ഞാൻ കാണിച്ച മഠയത്തിനും മനസ്സിലായത്. അമ്മയുടെ കയ്യിൽ നിന്ന് ശരിക്കും അടിയും കിട്ടി. ചിലപ്പോൾ ഞാനെന്നാ രൂപ തന്നില്ലായിരുന്നെങ്കിൽ അനന്തം പുറപ്പെട്ടു പോവില്ലായിരുന്നു, അല്ലേ? അന്ന് ശ്രീദേവി ആ രൂപ തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ കട ഇതേവരെ വീട്ടിയില്ല. ഇരിക്കട്ടെ, പലിശ സഹിതം ഞാൻ വാങ്ങിച്ചോളാം. അല്ല, അനന്തൻ അന്ന് പോന്ന ശേഷം നാട്ടിലേക്ക് വന്നിട്ടേ ഇല്ലല്ലോ. ഇപ്പോഴും വെറുപ്പ് മാറിയില്ലേ? അങ്ങനെയൊന്നുമില്ല, പോകാറില്ല, അത്ര തന്നെ. അനിയത്തിമാര് വളർന്നു, അച്ഛൻ കിടപ്പിലുമായി. വർഷങ്ങളോളം കാണാതായപ്പോ മാസാമാസമുള്ള മണിയോടൽ മാത്രമായി അമ്മയുടെയും ശ്രദ്ധ. അത് മുടക്കാറില്ല. പാവം പൊന്നമ്മ. അനന്തന്റെ കാര്യം പറയുമ്പോൾ കണ്ണു നിറയും. അതിരിക്കട്ടെ, അമ്മയ്ക്കൊക്കെ സുഖാണോ? എന്റെ അമ്മയ്ക്കോ? അമ്മ മരിച്ചിട്ട് 2 വർഷമാവുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല. അനന്തൻ എവിടെയാ താമസിക്കുന്നത്? കുറച്ചു പോണം, ഒരു ചെറിയ വീട്ടില്. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. സത്യത്തിൽ
അനന്തൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞതും ഇന്നിങ്ങനെ കാണാൻ തരപ്പെട്ടതും എനിക്ക് എത്ര സന്തോഷമായിരുന്നു. ഞാനിടയ്ക്ക് ഫോൺ ചെയ്യും, ശല്യപ്പെടുത്തും. ആയിക്കോട്ടെ. മിണ്ടാനും പറയാനും അടുപ്പം തോന്നുന്ന ഒരാളുണ്ടാവുമെന്ന് വെച്ചാൽ അതൊരു സുഖമല്ലേ? ഇനി ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ധൃതിയായോ? അതുകൊണ്ടല്ല. വേറെ എവിടെങ്കിലും പോകാനുണ്ടാവുമല്ലേ? അത് അല്ല. ഇറ്റ്സ് ഓക്കെ. അടുത്ത് തന്നെ വീണ്ടും വരില്ലേ? എപ്പോഴും വന്നാൽ അതൊരു അസൗകര്യമാവും. എനിക്കോ സന്തോഷമേ ഉള്ളൂ. എങ്കിൽ വരാം. വരട്ടെ. ആമാം, മദ്രാസ് ഓട്ടോമൊബൈൽ. ഒരു നിമിഷം. അനന്ത, ഉനക്ക് ഫോൺ. ഹലോ, അനന്തനാണ്. വണ്ടി നാളേക്ക് റെഡിയാവുമാന്ന് മുതലാളി കേട്ട சொன்னாங்க. ഹലോ. ആ, നാളെ സായങ്കാലത്തേക്ക് റെഡിയാവും. സത്യത്തിൽ കേട്ടോ എന്താ, ആഴ്ചയിൽ 2 തവണ വീതമുള്ള നമ്മുടെ ഈ ഒളിസേവ മരകഥ അറിയുന്നില്ലെന്നാണ് വെപ്പൻ. നമ്മൾ അറിയിക്കുന്നില്ലെന്നും. പക്ഷെ സർവ്വതും അവക്കറിയാം. അവക്കറിയാമെന്ന് അവള് ഭാവിക്കാറില്ല. അവക്കറിയാവുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയതായി ഞാനും ഭാവിക്കാറില്ല. അതെങ്ങനെ? അതാ ഇതിന്റെ ഈ വക കാര്യങ്ങളിൽ ഭർത്താവിന് അവരെ പേടിയാണെന്ന് ഭാവിച്ചു കൊടുത്താൽ മതി. മരകഥമല്ല, ലോകത്തിലേത് ഭാര്യയും കട്ടിൽ വെച്ചോളൂ. ഓക്കത്തിനും പുറമെ ഈ കട്ട് തിന്നുകയാണെന്നുള്ള ഒരു തോന്നല് ഒരു സുഖമാണേ. ആ, എന്ന് വെച്ച് വെളുക്കോളം നിൽക്കാൻ തുടങ്ങിയാൽ സംഗതി നാറുകയും ചെയ്യും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ആ, അവരിങ്ങോട്ട് അന്വേഷിച്ചു വന്ന് നേരിൽ കണ്ട് കാര്യങ്ങൾ മൊത്തത്തിൽ വഷാകാൻ ഇടം കൊടുക്കാണ്ട് നിർത്തേണ്ട സമയത്ത് അങ്ങോട്ട് നിർത്തുക. അപ്പൊ വാഴോടിക്കാണേലും രാഘവടന് ചേച്ചിയെ പേടിയുണ്ട്. സ്നേഹമുള്ള ആരെങ്കിലും പേടിക്കാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതും ഒരു സുഖമാണ്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ സ്നേഹിക്കാനും ശാസിക്കാനും സ്വന്തമായിട്ട് ആരെങ്കിലും വേണം ജീവിതത്തിൽ. അല്ലാണ്ട് തന്നെ പോലെ ഇപ്പൊ എങ്ങനെ വല്ലാണ്ട് മാറ്റമൊന്നും ഇല്ലുവോ? ഇല്ല. ഓട്ടെ, അവള് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അടുത്ത ബുധനാഴ്ച എന്റെ ഊഴം. ആ